ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 9 10ാമത്തേതും അവസാനത്തേതും ആയ ശ്ലോകമാണ് പഠിക്കുന്നത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ നൽകിയ ശക്തിയാൽ ബ്രഹ്മാവ് ആ കാരണജലത്തെയും കാറ്റിനെയും മുഴുവനും കുടിച്ചു എന്ന് പറഞ്ഞിരുന്നു. അവിടെ അപ്പോൾ ആ താമരപ്പൂവ് മാത്രം ബാക്കിയായി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ. തവൈവ, തവ ഏവ. തവ എന്നാൽ അങ്ങയുടെ, ഏവ എന്നാൽ തന്നെ. തവൈവ എന്നാൽ അങ്ങയുടെ തന്നെ, ഭഗവാന്റെ തന്നെ. കൃപയാ കൃപ കൊണ്ട്, കാരുണ്യം കൊണ്ട്. പുനഃ പിന്നീട് ഭഗവാന്റെ തന്നെ കാരുണ്യം കൊണ്ട്. സരസിജേന തേനൈവ സഹ. സരസിജേന, സരസിജം എന്നാൽ താമരപ്പൂവ്. സരസിജേന താമരപ്പൂവ് കൊണ്ട്. തേനൈവ, തേന ഏവ. തേന എന്നാൽ ആ, ഏവ എന്നാൽ തന്നെ. തേന സരസിജേന ഏവ. തേന ആ താമരപ്പൂവ് കൊണ്ട് തന്നെ. സഹ അദ്ദേഹം, ആ ബ്രഹ്മാവ്. അതായത് ആ താമരപ്പൂവ് കൊണ്ട് തന്നെ, ഭഗവാന്റെ തന്നെ കാരുണ്യം കൊണ്ട് പിന്നീട് ആ ബ്രഹ്മാവ് പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാനിർമ്മിതൗ. പ്രകൽപ്യ സൃഷ്ടിച്ചു. ഭുവനത്രയീം 3 ഭുവനങ്ങളെ, ത്രിഭുവനത്തെ സൃഷ്ടിച്ചു. പിന്നീട് ഭഗവാന്റെ തന്നെ കാരുണ്യം കൊണ്ട് ആ ബ്രഹ്മാവ് ആ താമരപ്പൂവിൽ നിന്നും ത്രിഭുവനത്തെ ആദ്യം സൃഷ്ടിച്ചു. പ്രവവൃതേ പ്രജാനിർമ്മിതൗ. പ്രജാനിർമ്മിതൗ എന്നാൽ പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ, ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിൽ. പ്രവവൃതേ പിന്നീട് ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നതിൽ. പ്രവവൃതേ എന്നാൽ മുഴുകി. ആദ്യം ഭുവനത്രയത്തെ സൃഷ്ടിച്ചു, പിന്നീട് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിൽ പ്രവവൃതേ മുഴുകി. അപ്രകാരം മുൻപുണ്ടായിരുന്ന പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മരൂപമായ ആ താമരപ്പൂവിൽ നിന്നും ബ്രഹ്മാവ് ആദ്യം ത്രിഭുവനങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിൽ മുഴുകി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു, ആ താമരപ്പൂവ് സകല ലോകങ്ങളുടെയും ചരാചരങ്ങളുടെയും ഒരു സൂക്ഷ്മരൂപമാണ്. ബ്രഹ്മപ്രളയത്തിന് മുൻപുണ്ടായിരുന്ന സകലതും ആ താമരപ്പൂവിൽ സൂക്ഷ്മരൂപത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആ താമരപ്പൂവിൽ നിന്നും ആദ്യം ത്രിഭുവനങ്ങളെ സൃഷ്ടിച്ചു ബ്രഹ്മാവ്. അതിനുശേഷം അദ്ദേഹം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിൽ മുഴുകി എന്നാണ് പറയുന്നത്. തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര. തഥാവിധ അപ്രകാരമുള്ള, അതായത് അങ്ങ് ഇത്രയധികം കഴിവുകൾ ബ്രഹ്മാവിന് നൽകി. ഈ ത്രിഭുവനത്തെ സൃഷ്ടിക്കാനും പിന്നീടുള്ള പ്രജകളെയും ചരാചരങ്ങളെയും സകലതിനെയും സൃഷ്ടിക്കാനുള്ള കഴിവ് ഈ ബ്രഹ്മാവിന് നൽകിയത് അങ്ങാണ്. അപ്രകാരം തഥാവിധ അപ്രകാരമുള്ള കൃപാഭരോ, കൃപ കാരുണ്യം, ഭരോ നിറഞ്ഞുകവിഞ്ഞ, അപ്രകാരം കാരുണ്യം നിറഞ്ഞുകവിഞ്ഞ ഗുരുമരുത്പുരാധീശ്വര. ഗുരു മരുത് എന്നാൽ വായു. ഗുരുമരുത് ഗുരുവായൂർ പുരാധീശ്വര. അപ്രകാരം കാരുണ്യം നിറഞ്ഞുകവിഞ്ഞുള്ള ഗുരുവായൂർ പുരാധീശ്വര. ത്വമാശു പരിപാഹി മാം. ത്വം അങ്ങ്
ആശു വേഗം തന്നെ പരിപാഹി കാത്തുരക്ഷിക്കണേ മാം എന്നെ. അപ്രകാരമുള്ള കാരുണ്യം നിറഞ്ഞ ഗുരുവായൂർപുരേശ, അങ്ങ് എത്രയും വേഗം എന്നെയും കാത്തുരക്ഷിക്കണേ. ഗുരുദയോക്ഷിതൈരീക്ഷിതൈഹി. ഇവിടെ ഗുരു എന്നാൽ ധാരാളം എന്നർത്ഥത്തിലാണ്. ഗുരുദയോ ദയ കാരുണ്യം, ഗുരുദയോ ധാരാളമായ അത്യധികമായ കാരുണ്യത്താൽ, ഊക്ഷിതൈഹി നനഞ്ഞ അല്ലെങ്കിൽ ആർദ്രമായ, ഇത്രമാത്രം അത്യധികമായ കാരുണ്യം കൊണ്ട് ആർദ്രമായ നനഞ്ഞ, ഈക്ഷിതൈഹി നോട്ടം കൊണ്ട് കടാക്ഷം കൊണ്ട്, പരിപാഹിമാം അങ്ങയുടെ ഇത്രയധികം കാരുണ്യം നിറഞ്ഞ കടാക്ഷം കൊണ്ട്, ആർദ്രമായ കടാക്ഷം കൊണ്ട് എന്നെ പരിപാഹി, എന്നെ കാത്തുരക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി നോക്കാം. അപ്രകാരം മുൻപുണ്ടായിരുന്ന പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മരൂപമായ ആ താമരപ്പൂവിൽ നിന്നും ബ്രഹ്മാവ് ഭഗവാന്റെ തന്നെ കാരുണ്യത്താൽ ആദ്യം ത്രിഭുവനങ്ങളെ സൃഷ്ടിച്ചു. അതിനുശേഷം അദ്ദേഹം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നതിൽ മുഴുകി. അപ്രകാരം കാരുണ്യം നിറഞ്ഞു കവിഞ്ഞ ഭഗവാനെ ഗുരുവായൂർപുരാധീശ, അങ്ങ് എന്നെയും എത്രയും വേഗം രക്ഷിക്കണമേ. അങ്ങയുടെ ധാരാളമായ കരുണാകടാക്ഷം കൊണ്ട്, ആർദ്രമായ കരുണാകടാക്ഷം കൊണ്ട് എന്നെയും രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് അപേക്ഷിക്കുകയാണ്. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഹി. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സഹ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഹി. ഈ ശ്ലോകത്തോടുകൂടി 9ാമത്തെ ദശകം ഇവിടെ അവസാനിക്കുകയാണ്. 10ാമത്തെ ദശകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.